പ്രിയമുള്ളവരെ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തി നിൽക്കെ അവിടെ സംഭവിക്കുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനിവിടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാംവിലാസ് പാസ്വാൻ ഉണ്ടാക്കിയ LJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. രാംവിലാസ് പാസ്വാന്റെ മരണത്തെ തുടർന്ന് ആ പ്രസ്ഥാനത്തെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനും സിനിമാ നടനുമായ ചിരാഗ് പാസ്വാനാണ്. ആ പാർട്ടി NDAയിലേക്ക് തിരികെ വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് NDAയുടെ പ്രകടനത്തെ അനുകൂലമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് LJP NDA സഖ്യം വിട്ടിരുന്നു. പ്രധാനമായപ്പെട്ട കാരണം നിതീഷ് കുമാറും അതുപോലെ LJP നേതാവുമായ ചിരാഗ് പാസ്വാനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സീറ്റ് തർക്കങ്ങളുമൊക്കെ ആയിരുന്നു. ഈ NDA മുന്നണി വിട്ടിട്ടും ആകെയുള്ള 243 സീറ്റിൽ 143 സീറ്റിലാണ് LJP സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതായത് JDU മത്സരിക്കുന്ന സ്ഥലത്താണ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. BJP മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നിർത്തിയിട്ടില്ല എന്നല്ല, ചെറിയ ചില സീറ്റുകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രകടനം ആ നിയമസഭാ ഇലക്ഷനിൽ മോശമായിരുന്നില്ല. ആകെ മത്സരിച്ച 110 സീറ്റിൽ 74 സീറ്റ് BJP വിജയിച്ചു. പക്ഷേ ആകെ മത്സരിച്ച 115 സീറ്റിൽ 43 സീറ്റുകൾ മാത്രമേ വിജയിക്കുവാൻ JDUവിന് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ LJPയും BJPയും തമ്മിലുള്ള ഒരു ആസൂത്രണമായിരുന്നു, ഒരു ഒത്തുകളിയായിരുന്നു LJPയുടെ 2020 ഇലക്ഷനിലെ ആ സമീപനമെന്ന് വ്യക്തമാകണം. കാരണം ജനതാദൾ യുണൈറ്റഡിന്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക, അങ്ങനെ BJPക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുക, അങ്ങനെ മുഖ്യമന്ത്രി പദം ജനതാദൾ യുണൈറ്റഡിന്റെ കയ്യിൽ നിന്ന് BJPക്ക് തട്ടിയെടുക്കുക എന്നൊരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള വേണ്ടിയുള്ള ഒത്തുകളികളായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ വിട്ടുകൊടുക്കും. അദ്ദേഹത്തിന് എങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞായാലും ചാടി പറഞ്ഞായാലും മുഖ്യമന്ത്രിയാകണം. അദ്ദേഹത്തിന് 43 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചതെങ്കിലും തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മറുകണ്ഠം ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി ഒടുവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുകയാണ് ചെയ്തത്. എന്തായാലും ചിരാഗ് പാസ്വാനും BJPയും തമ്മിലുള്ള ഒത്തുകളി അത് വ്യക്തമാണ്. കാരണം 2020 നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം മുന്നണി വിട്ടുപോയെങ്കിലും ജനതാദൾ യുണൈറ്റഡ് മത്സരിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും BJPയുടെയും ഒത്തുകളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം NDA മുന്നണിയുടെ ഭാഗമായിരുന്നു. 5 ലോക്സഭാ സീറ്റുകൾ അദ്ദേഹത്തിന് ബീഹാറിൽ നിന്ന് നേടുവാൻ കഴിഞ്ഞു. ഒരിക്കൽ കൂടി അദ്ദേഹം NDA മുന്നണിയുടെ ഭാഗമാവുകയാണ്. അപ്പോൾ അത് NDA മുന്നണിയെ സംബന്ധിച്ച് അനുകൂലമായ ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചിരാഗ് പാസ്വാന്റെ പാർട്ടി മത്സരിച്ചത് ജനതാദൾ യുണൈറ്റഡിന്റെ സീറ്റുകൾ കുറയുവാൻ കാരണമായിരുന്നു. അവരുടെ വോട്ടുകൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നില്ല. വോട്ട് ഏകീകരണം ഉണ്ടാകുന്നു. LJPയുടെയും JDUവിൻ്റെയും ജനതാദളിൻ്റെയും ഒക്കെ വോട്ട് ഏകീകരിക്കപ്പെടുന്നു. അത് NDA മുന്നണിയെ സംബന്ധിച്ച് അനുകൂല ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറിച്ച് ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിയല്ല, മഹാഗഠബന്ധനാണ്. അവിടെ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒവൈസിയുടെ പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ 2020 നിയമസഭാ ഇലക്ഷനിൽ 20 സീറ്റിൽ മത്സരിച്ചിരുന്നു, 5 സീറ്റിൽ വിജയിച്ചിരുന്നു. നമ്മൾ ഈ 20 സീറ്റ് എടുക്കുകയാണെങ്കിൽ ആ 20 സീറ്റും RJDയും കോൺഗ്രസും വിജയിക്കുവാൻ സാധ്യതയുള്ള സീറ്റുകളായിരുന്നു. നമുക്കറിയാം ഈ ഒവൈസിയുടെ പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളായിരുന്നു. അതൊരിക്കലും BJPക്ക് കിട്ടുവാൻ സാധ്യതയില്ല. കോൺഗ്രസിനോ RJDക്കോ കിട്ടുവാൻ സാധ്യതയുള്ള വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ 20 ഈ ഒവൈസിയുടെ പാർട്ടി വിഭജിച്ചിട്ടുണ്ട്. ആ 20 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസും RJDയും പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ബീഹാറിൽ കഴിഞ്ഞ പ്രാവശ്യം തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആകെ 143 സീറ്റിൽ അവിടെ മഹാഗഠബന്ധന് 110 സീറ്റുണ്ട്, NDAക്ക് 125 സീറ്റുണ്ട്, 123 സീറ്റുണ്ട്. ആ 20 സീറ്റ് കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ അവിടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒവൈസിയുടെ ദൗത്യം എന്ന് പറയുന്നത് BJPയെ സപ്പോർട്ട് ചെയ്യാണോ, BJPയുടെ ഏജന്റാണോ ഒവൈസി എന്ന് തോന്നുന്ന വിധത്തിലാണ് ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും ഈ വോട്ട് സ്പ്ലിറ്റ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തന്നെ 2024 ലോക്സഭാ ഇലക്ഷൻ തന്നെ ഒവൈസിയുടെ പാർട്ടിയുടെ മത്സരം കൊണ്ട് 50-ൽ പരം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട്, കോൺഗ്രസ് നഷ്ടമായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒവൈസിയുടെ നിലപാടുകൾ അത് മിക്കപ്പോഴും BJPയെ സഹായിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഒവൈസി ഇന്ത്യ മുന്നണിയിൽ വരാമെന്ന് പറയുകയാണ്. പക്ഷേ അയാളുടെ വിലപേശലുകൾ അധികമാണ്. കുറച്ചധികം സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അയാൾ മത്സരിച്ച 20 സീറ്റുകളിൽ അധികവും അയാൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഒവൈസി ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്നത് അത് ഹിന്ദു വോട്ടുകൾ, സെക്കുലർ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിനും
ഒപ്പം RJDക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമാകുമോ എന്നൊരു ഭയം കൂടി കോൺഗ്രസിനുണ്ട്. എന്തായാലും ആൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ ഉവൈസിയുടെ പാർട്ടിയുടെ ഒരു മത്സരം അത് RJDയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഒരു പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഇയാൾ മുസ്ലിം വോട്ടുകൾ വിഭജിപ്പിക്കുന്ന ഒരു നടപടി ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന കാര്യം സംശയമില്ല. അതാണ് ബീഹാർ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായി നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. ഒന്ന് LJPയുടെ NDA മുന്നണിയിലേക്കുള്ള മടങ്ങിവരവും ഒപ്പം ഒവൈസിയുടെ ബാർഗെയിനിങ്ങും. അയാളിപ്പോൾ പറയുന്നത് ഇന്ത്യ മുന്നണിയിലോട്ട് വരാമെന്നാണ്. പക്ഷേ സീറ്റുകളൊക്കെ അധികം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയിലോട്ട് വന്നാൽ സെക്കുലർ വോട്ടുകൾ എത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് നഷ്ടമാകും എന്ന രീതിയിലുള്ള ചർച്ചയും ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി, അതുപോലെ വോട്ടധികാർ യാത്രയൊക്കെ ബീഹാറിനെ വളരെ അധികം സ്വാധീനിക്കുന്നു എന്ന രീതിയിൽ സർവേ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പീപ്പിൾ പൾസ് ബീഹാറിൻ്റെ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ വളരെ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ്. അതായത് NDAയ്ക്ക് 40% മുതൽ 44% വരെ വോട്ട് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മഹാഗഠബന്ധന് MGBക്ക് 40 മുതൽ 42.5% വരെ, അതായത് 1% വോട്ട് വ്യത്യാസമാണ് 2 മുന്നണികളും തമ്മിൽ കാണുന്നത്. പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് 8% വോട്ടുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് സ്ഥാനാർത്ഥി നിർണയം, അതായത് 1% വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നല്ല സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചാൽ മിക്ക മണ്ഡലങ്ങളിലെയും വോട്ട് നിലവാരങ്ങൾ മാറി മറിയുന്നതിന് സാധ്യതയുണ്ട്, വിജയസാധ്യതകൾ മാറി മറിയുന്നതിന് സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ് ബീഹാറിൽ എന്നതാണ്. ഇപ്പോൾ ഈ സർവേ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണെങ്കിൽ വരുന്നത്, ഈ സർവേക്ക് എത്രത്തോളം ആധികാരികതയുണ്ട് എന്നറിയില്ല. പീപ്പിൾസ് പൾസ് ബീഹാറിൻ്റെതാണ് സർവേ. മറ്റൊരു കാര്യം കൂടി ഈ സർവേയുടെ ആധികാരികത സംശയിക്കപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ പറയുന്നത് ബീഹാറികൾ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചിരാഗ് പാസ്വാനാണ് എന്നതാണ്. അതാണ് ഈ സർവേയുടെ ഒരു ആധികാരികതയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാക്കുന്ന ഘടകം. എന്തായാലും ഈ സർവേയാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വന്ന ബീഹാർ ഇലക്ഷൻ സംബന്ധിക്കുന്ന സർവേ. മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഒവൈസിയുടെ പാർട്ടിയുടെ പ്രകടനം അത് ഇന്ത്യ മുന്നണിയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അയാളുടെ പാർട്ടി മിക്കപ്പോഴും ഉത്തരേന്ത്യയിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ബീഹാറിൽ ആ പാർട്ടിയുടെ സ്വാധീനമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ മുഖ്യമന്ത്രിയായിരുന്നതിനെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അയാളുടെ സ്വാധീനമില്ലായിരുന്നെങ്കിൽ, ഒവൈസിയുടെ പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.